ഇച്ചായന്റെ പെണ്ണ് പാർട്ട് 2. രചന ലക്ഷ്മി ലസു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അവന്റെ വാക്കുകൾ കേട്ട് അവൾ നിറഞ്ഞ കണ്ണുകളോട് അവനെ നോക്കി. പക്ഷെ അവനൊരു നോട്ടം കൊണ്ടുപോലും അവളെ കടാക്ഷിച്ചില്ല. വാടിയുടെ ആരെ കാണിക്കാനായിട്ട് ഈ ഒരുങ്ങിക്കെട്ടി പോകുന്നത്? നിനക്ക് ഇരുട്ടാതൊന്ന് കണ്ടൂടെ? അവൾ പഠിക്കാൻ നടക്കുന്നു. അവനവളുടെ കൈ പിടിച്ച് മുന്നിലേക്ക് നടന്നു. അവൾ യാന്ത്രികമായി അവന് പുറകെ ചലിച്ചു. അവളുടെ വീടിനുമുള്ള കുഞ്ഞു വഴിയിൽ അവൻ അവളെ കൊണ്ടു നിർത്തി. ഇനി പോയിക്കോ. പിന്നെ ഇന്നടന്നൊന്നും ആരോടും പറയണ്ട. ഇനി ഒരിക്കലും അവന്മാരുടെ ശല്യം ഉണ്ടാവില്ല. അവൾ തലയാട്ടി മുന്നിലേക്ക് നടക്കാൻ തുനിഞ്ഞു. അപ്പോഴേക്ക് അവന്റെ കൈകൾ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. അവൾ അവനെ പേടിയോടെ തിരിഞ്ഞു നോക്കി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞെല്ലാം ഓർത്ത് പഠിക്കാതിരിക്കണ്ട കേട്ടോ. അത് സത്യം തന്നെയാ. ഇയാളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഈ പ്രേമം പറയാനും പൈങ്കിളിയാവുന്ന എന്നെ കിട്ടില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പ് വരാം. ഈ ജിൻസൺ ഒരുത്തി മിന്നിട്ടുന്നുണ്ടെങ്കിൽ അത് ഈ വേദലക്ഷ്മി ആയിരിക്കും. അവൾ അപ്പോഴും വേറെ ഏതോ ചിന്തയിലായിരുന്നു. കവിളിലറിഞ്ഞ തണുപ്പിലാണ് അവൾ സ്വഭാവത്തിലേക്ക് വന്ന് മുന്നിൽ കള്ളച്ചിരിയോടെ നിൽക്കുന്നവനെ കണ്ടപ്പോൾ അവളുടെ ചുണ്ടുകൾ കൂർത്തു. ദേ പെണ്ണെ, ഇതിങ്ങനെ കൂർപ്പിച്ച് പിടിക്കല കേട്ടോ. ഇപ്പൊ ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ ഇഷ്ടം പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും കയറി ഫ്രഞ്ച് അടിക്കാന്നൊക്കെ പറഞ്ഞ ഈ ചായനി ചിരി പാടാണേ. എന്റെ മോൾ താങ്ങില്ല. തൽക്കാലം മോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേ. പറഞ്ഞു കഴിഞ്ഞതും അവന്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ അമർന്നു. അവൾ കണ്ണുകൾ അടച്ച് നിന്നു. ഇച്ചായനെ പൊന്നൂസ് ചെല്ല്. നീ അകത്തേക്ക് കയറിയിട്ട് വേണം എനിക്ക് പോവാൻ. അവനവളുടെ കവിളിൽ തട്ടി പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി മുന്നോട്ട് നടന്നു. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ നോക്കി കണ്ണിമസിമാ നിൽക്കുന്നവനെ കണ്ടപ്പോൾ അവൾ വേഗം നോട്ടം മാറ്റി അകത്തേക്ക് ഓടിക്കയറി. ഉള്ളിൽ ഒരു തണുപ്പ് നിറയുന്നവൻ അറിഞ്ഞു. ആ ചിരിയോടെ തന്നെ അവൻ പിന്തിരിഞ്ഞ് നടന്നു. പിന്നെ പലപ്പോഴും പരസ്പരം കാണുമെങ്കിലും ഒരു നോട്ടത്തിനപ്പുറം തന്റെ കൂടെ സംരക്ഷണം അവനുണ്ടായി. അതിനിടയിൽ അമ്മക്ക് അസുഖം കൂടി ഹോസ്പിറ്റലായി. പനി വന്ന് ന്യൂമോണിയ ബാധിച്ചു. അപ്പോഴൊരു താങ്ങായി അവനുണ്ടായിരുന്നു. പക്ഷെ അവിടെയും വിധി വില്ലനായി. എന്നെ തനിച്ചാക്കി അച്ഛൻ്റെ അടുത്തേക്ക് അമ്മയും പോയി. അന്ന് ആ ഹോസ്പിറ്റലിൽ വെച്ച് ചങ്കുപൊട്ടിക്കറിഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ ഇച്ചായനായിരുന്നു. അവസാനം ബോധം മറിഞ്ഞ് വീഴുമ്പോഴും ആ കരങ്ങൾ എന്നെ താങ്ങിയിരുന്നു. അമ്മയുടെ കർമ്മങ്ങൾക്കെല്ലാം ഇച്ചായനും കൂട്ടുകാരുമായിരുന്നു ഓടി നടന്ന്. എല്ലാം കഴിഞ്ഞ് ഒറ്റക്കായ എനിക്ക് കാവലായിട്ട് ആളും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നാട്ടുകാരുടെ അടക്കം പറച്ചിലൊക്കെ ഇച്ചായൻ്റെ വീട്ടിലെത്തിയിരുന്നു. അവിടെ ഓരോ പ്രശ്നങ്ങളുണ്ടായത് താനും അറിഞ്ഞു. ഇച്ചായന്റെ ഫാമിലി ഫ്രണ്ടായിരുന്ന ഒരു കുട്ടിയുമായി ഇച്ചായന്റെ കല്യാണം ഉറപ്പിക്കാനൊക്കെ തീരുമാനിച്ചപ്പോൾ താനുള്ളിൽ തോന്നിയിരുന്ന ചെറിയൊരു മോഹം അവിടെ തന്നെ അടക്കി നിർത്തി. ഒരിക്കലും ഇച്ചായന്റെ അമ്മയും അപ്പയും ആ കുട്ടിയും വന്ന് തന്നെ എന്തൊക്കെയോ പറഞ്ഞു. എല്ലാം കേൾക്കാൻ ഞാൻ ഉത്തരവാദിയായിരുന്നു. അന്ന് ഇച്ചായനോട് ആദ്യമായി ഞാൻ ദേഷ്യപ്പെട്ടു. മതി നിങ്ങളുടെ സേവനമൊക്കെ, ഇനി എന്നെ ദ്രോഹിക്കരുത്. ആരുമില്ല എനിക്ക്. ഒറ്റക്കാണെങ്കിലും മാനം വിറ്റ് ജീവിക്കില്ല. എന്റെ ശരീരത്തിനുള്ള മോഹം കൊണ്ടാണ് നിങ്ങളിങ്ങനെ വരുന്നെങ്കിൽ അതൊരിക്കലും നടക്കില്ല. ഞാൻ ജീവനോടുള്ളപ്പോൾ അതിന് സമ്മതിക്കില്ല. ആൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവന്റെ കൈകൾ അവിടെ കവിളിൽ പാട് തീർത്തു. പുന്നാര മോളെ, നിന്നുള്ള കാമം തീർക്കാനാണെങ്കിൽ എനിക്ക് മുന്നേ ആവായിരുന്നു. നിന്റെ അമ്മ മരിച്ചപ്പോൾ തന്നെ അവസരം ഉപയോഗിക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. ഇന്ന് വരെ ഒരു നോട്ടം കൊണ്ടുപോലും നിന്നെ ഞാൻ കളങ്കപ്പെടുത്തിയിട്ടുണ്ടോടി. നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയടി? അവളൊരു പൊട്ടിക്കരച്ചിലോടെ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സോറി ചായ, അറിയാതെ പറഞ്ഞു പോയതാ. ഇന്ന് ഈ ചായൻ്റെ അമ്മയും അപ്പയും ആ ചേച്ചിയും വന്നിരുന്നു. ഞാൻ ഈ ചായനെ വശീകരിച്ച് നിർത്തിയെന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തൊക്കെയാ അവർ പറഞ്ഞു. എല്ലാം കൂടി കേട്ടപ്പോൾ ഞാൻ കാരണം നിങ്ങളുടെ ജീവിതം തകരണമെന്ന് കരുതി പറഞ്ഞു പോയതാ. നീ ഇപ്പം എന്താ വിളിച്ചേ? അപ്പൊ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ പൊന്നൂസേ? സോറി ഏട്ടായി, പെട്ടെന്ന് പറഞ്ഞ എനിക്ക് ഇഷ്ടമൊന്നുമില്ല. ഇല്ല പൊന്നൂസേ, നിന്റെ കണ്ണിൽ എനിക്ക് കാണാം എന്നുള്ള പ്രണയം. ഇനി നീ അത് എത്ര ഒളിപ്പിക്കാൻ നോക്കിയിട്ടും കാര്യമില്ല. ഇത് മാത്രം മതി എനിക്ക്, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ആൾ പറഞ്ഞ അവനെല്ലാം അറിഞ്ഞെങ്കിലും വീട്ടിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നിന്നില്ല. ആൾ വീണ്ടും ക്ലാസ്സിൽ പോയി തുടങ്ങി. 1 മാസം കഴിഞ്ഞു. ഒരു ദിവസം അവൻ അവിടെ വീട്ടിലേക്ക് വന്നു. പൊന്നൂസേ, നാളെ നമുക്ക് ഇടം വരെ പോകാനുണ്ട്. ഈ സാരി ആഭരണങ്ങൾ നാളെ അണിഞ്ഞു നിൽക്കണം. ഞാൻ രാവിലെ വരാൻ കേട്ടോ. ഈച്ചാ എന്തിനാ ഇതൊക്കെ? ആകെ നാളെ അറിയാൻ വേണ്ടേ. ഇപ്പം എന്നെ കൊച്ചു പോയി ഉറങ്ങിക്കോ. പിറ്റേന്ന് അവൻ കൊടുത്തെല്ലാം ധരിച്ച് അവൾ ഒരുങ്ങി നിന്നു. അവളെ കൂട്ടാൻ വന്ന ജിൻസിന്റെ കണ്ണുകൾ വിടർന്നു. അവരിരുവരും അവന്റെ കാറിൽ നിന്നിറങ്ങി. ഈച്ചായ അവളുടെ കൈകൾ അവന്റെ കയ്യിൽ മുറുകി. കണ്ണുകൾ നിറഞ്ഞു. വാ, ഇപ്പൊ ഇത് ആവശ്യം പോന്നു. ഇനി ഒരാൾ പോലും നിന്നെ മോശം പറയാൻ പാടില്ല. അവന്റെ കൂട്ടുകാർ രജിസ്റ്റർ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. രജിസ്റ്ററിൽ ഇരുവരും ഒപ്പുവെച്ചു. സാക്ഷികളായി മിഥുനും മനുവും ഒപ്പിട്ടു. ജിൻസൺ പോക്കറ്റിൽ നിന്ന് മിന്നുമാലയെടുത്ത് അവളുടെ കഴുത്തിൽ അണിയിച്ചു. അവൾ നിറകണ്ണുകളോടെ കൈകൂപ്പി അവയെ സ്വീകരിച്ചു. അവിടുന്ന് അവർ നേരെ പോയത് വീട്ടിലേക്കാണ്. തന്റെ മകന്റെ കൈയും പിടിച്ച് നിൽക്കുന്ന വേദയെ കണ്ടപ്പോൾ അവന്റെ അപ്പയ്ക്കും അമ്മയ്ക്കും ദേഷ്യമായിരുന്നു. ജീനയുടെ മുഖത്ത് അവർ കാണാതെ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അവൾക്ക് അവളുടെ ഏട്ടായിനെ ഒരുപാട് ഇഷ്ടമാണ്, അതുപോലെ തന്നെ വേദയെയും. ആരോട് ചോദിച്ചിട്ടാ ഈ നാശത്തിന് നീ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? എന്റെ മോനെ കയ്യും കാലും കാണിച്ച് വശത്താക്കി അവള്. അങ്ങനെ കയ്യും കാലും കാണിക്കുമ്പോഴേക്കും മൂക്കും കുത്തി വീഴാൻ ഞാൻ ഉള്ള കുട്ടിയൊന്നല്ല അമ്മേ. പിന്നെ ഇന്നു മുതൽ ഇവൾ ആരുമില്ലാത്തവളല്ല, ഇവൾക്ക് ഞാനുണ്ട്. ഇനി മേലിൽ നിങ്ങളുടെ നാവിൽ നിങ്ങളെ പറ്റി അനാവശ്യമായിട്ടൊരു വാക്ക് പോലും വരരുത്. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെ ആയിപ്പോല്ലേ കാര്യങ്ങൾ? എവിടേക്കാ ഇവളെയും കൊണ്ട് വന്നിരിക്കുന്നത്? ഇപ്പൊ ഇറങ്ങിക്കോണേ വീട്ടിൽ നിന്ന്. ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകനില്ല. അവിടെ നിന്ന് അവളുടെ കൈ പിടിച്ചവൻ അവന്റെ വീട്ടിലേക്ക് പോകുന്നു.
ആദ്യമൊക്കെ വീട്ടുകാരുടെ പ്രവൃത്തിയിൽ സങ്കടമായിരുന്നെങ്കിലും ഒരു പരിധിവരെ അതെല്ലാം മാറി. അവളുടെ പഠിത്തം മുഴുവനാക്കാൻ അവൻ കൂടെ നിന്നു. അതുവരെ അവർ മനസ്സുകൊണ്ട് പ്രണയിച്ചു. പിന്നെ PG എടുപ്പിച്ചു. അവനവന്റെ തോട്ടത്തിൽ പണിക്ക് പോകുന്നു. കൊച്ചു കൊച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളുമായി അവർ മുന്നോട്ട് പോയി. എന്താണ് പെണ്ണെ, ആലോചനയൊക്കെ കഴിഞ്ഞോ? അവരങ്ങനെ പറയുമ്പോഴേക്കും നമ്മൾ തമ്മിൽ പിരിയെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ നിന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കുണ്ടോടി? നീ എങ്ങാനും ഒപ്പിട്ട് കൊടുത്തിരുന്നെങ്കിൽ നിന്നെ ഞാൻ തന്നെ ഡിവോഴ്സ് ചെയ്തേനെ. പിന്നെ നിന്നെ മച്ചിയെന്ന് വിളിച്ച് അതിന് കല്യാണം കഴിഞ്ഞ നേരത്തെ മാത്രം ആരെങ്കിലും ഗർഭിണിയാവും പെണ്ണേ. അതിന് ചില കാര്യപരിപാടികളൊക്കെ ഇല്ലേ? ഇത് കെട്ടിക്കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞു. എന്നിട്ടൊന്ന് സ്നേഹിക്കാൻ വരുമ്പോ പെണ്ണ് കിടന്ന് അയ്യോ ചായ വേണ്ട വേദനിക്കുന്നു, പിന്നെ ഒടുക്കത്തെ കരച്ചിലും. പിന്നെ എങ്ങനെയാ പെണ്ണെ നീ ഗർഭിണിയാവുക? അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ മുറ്റം നിറയെ പിള്ളേരെ ഈ ചായൻ തന്നെയായിരുന്നില്ലേ? എനിക്ക് ഗർഭിണിയാവണം. അവളോട് കള്ളക്കണ്ണിട്ട് പറഞ്ഞു നിർത്തിയപ്പോഴേക്കും പെണ്ണ് പറഞ്ഞു നിർത്തിയ കേട്ടപ്പോൾ അവന്റെ കണ്ണു തള്ളി പുറത്തേക്ക് വന്നു. ഈ ചായ എനിക്ക് ഗർഭിണിയാവണമെന്ന്, കുഞ്ഞാവേ വേണം. ദേ പെണ്ണെ, ഗർഭിണിയാണെന്ന് പറയുമ്പോഴേക്കും ആക്കും ഞാനത് പോലെ റോബോട്ടാണോ? ആദ്യം നീ ഒന്ന് എന്നെ നിന്റെ അടുത്തേക്ക് വരാൻ ഒരു അവസരം തായോ, പിന്നെ എല്ലാം ഈ ചായ റെഡി ആയിക്കോളാം മുത്തേ. 1 2 നമുക്ക് സൗകര്യം പോലെ നോക്കാന്ന് അവൻ പറഞ്ഞു കഴിയുമ്പോഴേക്കും അവൾ അവനെ ചുറ്റിപ്പിടിച്ച് നിന്നു. ഈ പെണ്ണിന്റെ ക്ഷമയെ പരീക്ഷിക്കുന്നതാണോ? കുഞ്ഞല്ലേ പഠിച്ചോട്ടെ എന്നിരുന്ന് ഞാനിവിടെ സന്യാസിയെ പോലെ ഇരുന്നപ്പോ അവൾക്ക് ഇപ്പൊ കൊച്ചിനെ വേണമെന്ന്. ആഹാ, എങ്കിൽ പിന്നെ പെണ്ണിന്റെ ആഗ്രഹം നടത്തിയിട്ടേ ഉള്ളൂ കാര്യം. ഈച്ചായ നമുക്ക് കുഞ്ഞാവന്നാ പിന്നെ ആരെയും നാവിൽ നീ ആ മച്ചിന്ന് കേൾക്കണ്ടല്ലോ. എനിക്ക് എൻ്റെ ഈച്ചായനെ പിരിഞ്ഞ് ജീവിക്കാൻ പറ്റില്ല. ആര് പറഞ്ഞാലും നിങ്ങളെ വിട്ട് ഞാൻ പോവില്ല. ഇപ്പൊ തന്നെ അറിയാം ഞാൻ കാരണം ഒരുപാട് ഇച്ചായനെ അനുഭവിച്ചിട്ടുണ്ടെന്ന്. ഇനി മറ്റൊരു വേദന കൂടി കേൾക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വേണം ഇച്ചായനെ, എല്ലാ അർത്ഥത്തിലും എൻ്റെ മാത്രമായി. എനിക്ക് വേണം നമ്മുടെ കുഞ്ഞിനെ. അവന്റെ മുഖത്തേക്ക് നോക്കി വല്ലാത്തൊരു ഭാഗത്ത് നിൽക്കുന്ന പെണ്ണിനെ അവനും നോക്കി നിന്നു. അവളൊന്ന് ഉയർന്നു പൊങ്ങി അവന്റെ ചുവന്ന ചുണ്ടുകളിൽ ചുംബിച്ചു. അവന്റെ ചുമ്മനത്തിൽ അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കി. അവളുടെ ഇരു കൈകൾ അവന്റെ കവിളിനെ പൊതിഞ്ഞു പിടിച്ചു. പതിയെ വളരെ സാവധാനത്തിൽ അവൾ അവന്റെ ചുണ്ടുകൾ നുണഞ്ഞെടുത്തു. അവളുടെ നാവുകൾ അവന്റെ നാവിൽ സ്പർശിച്ചു. അതുവരെ അവൾക്ക് വിധേയനായി നിന്നവന്റെ നിയന്ത്രണം നഷ്ടമായി. അവൻ അവളെ എടുത്തുപൊക്കി അവന്റെ അരയിലിരുത്തി. അവളുടെ കാലുകൾ അവന്റെ അരയിൽ പിണച്ചു വെച്ചു. അവന്റെ ചുണ്ടുകൾ ആവേശത്തോടെ അവളുടെ ചുണ്ടുകളെ കടിച്ചെടുത്തു. ഇരുവരും മത്സരിച്ച് ചുംബിച്ചു. നാവുകൾ തമ്മിൽ ഉമിനീരിൽ കുതിർന്നു. അവളിൽ നിന്ന് മൂളലുകൾ ഉയർന്നു. അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ അമർന്നു. അവിടുന്ന് അവന്റെ ചുണ്ടുകൾ അവിടെ ആകെ ഇഴഞ്ഞു നടന്നു. അവനൊരു കൈ കൊണ്ട് അവളെ പിടിച്ചിന്ന് മറുകൈ കൊണ്ട് അവളുടെ ടീഷർട്ട് തലവഴി ഊരിയെടുത്തു. പുറത്തുനിന്നുള്ള തണുപ്പ് അവളിലേക്ക് അരിച്ചു കയറിയപ്പോൾ അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. ഇരുവരിൽ നിന്ന് ഒരുപോലെ ശബ്ദം പുറപ്പെട്ടു. അവളുടെ കണ്ണിലെ വശ്യത അവൻ തിരിച്ചറിഞ്ഞു. അവൾ ഇരുകൈകൾ കൊണ്ട് നീട്ടി അവൻ അവളിലേക്ക് മാടി വിളിച്ചു. അവൻ അവൾക്ക് ഇരുവശവും കൈകൾ കുത്തി നിന്നു. അവിടുത്തെ അരണ്ട വെളിച്ചത്തിൽ അവൻ അവളെ നോക്കി നിന്നു. അവന്റെ ഉമിനീരിന്റെ തണുപ്പ് അവിടെ നിറഞ്ഞു. അവളുടെ കൈകൾ അവന്റെ മുടികളിലൂടെ തഴുകിയിരുന്നു. ഇരുവരും ആദ്യമായി പരസ്പരം അറിഞ്ഞുള്ള സന്തോഷമായിരുന്നു. കിതപ്പൊന്ന് മാറിയപ്പോൾ അവൻ അവളിൽ നിന്ന് അടർന്നു മാറി പുതപ്പെടുത്ത് അവളുടെ നഗ്നത മറച്ചു. അവളെ തന്നെ നെഞ്ചിലേക്ക് ഇടത്തിടത്തി ചോദിച്ചു. അവൾ അവനെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു. അവൾ അവനെ നോക്കി വശ്യമായി ചിരിച്ചു. അവളുടെ ചിരി കണ്ടപ്പോൾ തന്നെ അവൻ അവളെ മറിച്ചിട്ട് അവളിലേക്ക് അടുത്തൊരു സംഗമത്തിനായി ചാഞ്ഞു. വീണ്ടും കിതപ്പുകളും മൂളലുകളും കുറുകലും അവിടെ ആകെ നിറഞ്ഞു. ആ രാവ് പുലരും വരെ അവർ പരസ്പരം സ്നേഹിച്ചു ഒരു മെയ്യായി ഒഴുകി. 1 വർഷത്തിന് ശേഷം ഇന്നായിരുന്നു ജിൻസിന്റെയും വേദലക്ഷ്മിയുടെയും പ്രണയത്തിന്റെ അംശമായ ഇവാനിയ ജിൻസിന്റെ പേര് വിളി. പറയത്തക്ക ബന്ധുക്കളൊന്നും വരാനില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചുപേര് മാത്രമായൊരു ചടങ്ങായിരുന്നു. അന്നത്തെ സമ്പത്തിന്റെ പിറ്റേ മാസം തന്നെ അവൾ പ്രഗ്നന്റായി. തുടക്കത്തിൽ ഛർദിയൊക്കെ ഉണ്ടായിരുന്നു. അവളെ നോക്കാനൊരു സ്ത്രീയെ വെച്ചു. അവർക്കും പറയത്തക്ക ആരുമില്ലാത്തതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഒരു അമ്മയെ കിട്ടി. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ ആനിയമ്മയോട് പറഞ്ഞവർ പുറത്തേക്കൊന്ന് പോയി. ആ പോക്കെത്തിന്ന് അവന്റെ വീടിന്റെ മുമ്പിലായിരുന്നു. അവൾക്ക് പേടി തോന്നി. അവൻ അവളെ കൈ പിടിച്ചിറക്കി കുഞ്ഞിനെ എടുത്ത് കോളിംഗ് ബെല്ലടിച്ച് കാത്തു നിന്നു. വാതിൽ തുറന്നു വന്ന് അവന്റെ അമ്മ അവരെ കണ്ടപ്പോൾ ദേഷ്യത്തോടെ നിന്നു. അവർക്ക് പുറകിലായി പോളും വന്ന് നിന്നു. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്ന്? ഇനി കുഞ്ഞിനെ കാണിച്ച് ഞങ്ങളുടെ മനസ്സലിയിക്കാനാണോ? നിർത്താമേ, നിങ്ങളുടെ സ്വത്ത് മുതൽ കണ്ടിട്ടല്ല ഞാൻ ഇവളെ കൂടെ പൊറപ്പിച്ച കുഞ്ഞിനെ കൊടുത്തു. നല്ല അന്തസ്സായി പണിയെടുത്താ ഞാൻ ഇവരെ നോക്കുന്നത്. പിന്നെ ഇപ്പൊ ഇവിടെ വന്ന് പണ്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിക്കാൻ പറഞ്ഞ് ഇവൾക്കൊരു സാധനം കൊടുത്തില്ലേ, അത് തിരിച്ചു തരാനാ? അവൻ കുഞ്ഞിനെ അവളുടെ കയ്യിലേൽപ്പിച്ചു. ആ പേപ്പർ കയ്യിലെടുത്തു. അവരുടെ മുമ്പിൽ വെച്ച് എന്നെ വലിച്ചു കീറി. മച്ചി എന്ന് വിളിച്ച് നിങ്ങളൊക്കെ കളിയാക്കി ഇവളുടെ കയ്യിലുള്ളത് ഈ കുഞ്ഞു തന്നെയാ, എന്റെ കുഞ്ഞു തന്നെയാ. ഈ ജന്മം ജിൻസിനുള്ള ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ താലിയിട്ടില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി കണ്ടെത്തിയ ഒരുവളില്ലേ, അവളെ കുറിച്ചൊന്ന് ശരിക്കും അന്വേഷിച്ച് നോക്ക്. പറയാം തനിക്കോണം. തെരുവിൽ കിടന്ന് അലയേണ്ടി വന്നാലും നിങ്ങളുടെ മുന്നിലേക്ക് കൈ നീട്ടാൻ ഞാൻ വരില്ല. പണം കൊണ്ട് കണ്ണ് മൂടിക്കിട്ടിരിക്കാൻ നിങ്ങളുടെ. ഇനിയെങ്കിലും ചുറ്റുള്ളവർ ഉള്ളറിഞ്ഞ് സ്നേഹിക്കാൻ നോക്ക്. മരിക്കുമ്പോൾ ആരെയും സ്വത്ത് മുതലും കൊണ്ടുപോയില്ല. ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന സ്നേഹം മാത്രമായിരിക്കും ബാക്കിയുണ്ടാവുക. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവിടേക്ക് വരാം. പക്ഷേ അതെന്റെ പെണ്ണിനെ ദ്രോഹിക്കാനാവരുതെന്ന് മാത്രം. നിങ്ങൾക്ക് എന്താവശ്യം വന്നാലും ഒരു വെളിപ്പാടകല ഞാനുണ്ടാവും. അവൻ പൊന്നുവിനെയും കുഞ്ഞിനെയും കൊണ്ട് അവരുടെ കാൽ വീണ് അനുഗ്രഹമായി തിരിഞ്ഞടന്നു. അവൻ പോകുന്നത് നോക്കി നിന്ന് അവരുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു.
1 വർഷം മുമ്പ് ജീന ജിൻസന്റെ കൂട്ടുകാരൻ മനുവിന്റെ ഒപ്പം ഇറങ്ങിപ്പോയി. അവൾക്ക് അപ്പയുടെയും അമ്മയുടെയും വാശി ഇഷ്ടമായിരുന്നില്ല. അവന്റെ ഉള്ളിൽ ഇഷ്ടം ആദ്യം അവൾ ജിൻസിന്റെ അടുത്താണ് പറഞ്ഞത്. അവൻ തന്നെയാണ് അവരുടെ കെട്ടിടത്താൻ കൂട്ടുന്നത്. അവളിപ്പോൾ 4 മാസം പ്രഗ്നന്റ് ആണ്. രാത്രിയിൽ കുഞ്ഞിനിറക്കി തൊട്ടിൽ കിടത്തി തിരയുമ്പോഴാണ് 2 കൈകൾ അവളെ ചുറ്റി വരിഞ്ഞ്. ഇച്ചായ അവളവന്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. പൊന്നു, ഹാപ്പി അല്ലേ നീ? എന്താ ഇച്ചായ ഇങ്ങനെ ചോദിച്ച്? ഇനി ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷവതി ഞാനായിരിക്കും. ഒരുപക്ഷെ ഇച്ചായൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ആരുമില്ലാതെ ഒരു അനാഥയായിട്ട് ജീവിക്കേണ്ടി വരുമായിരുന്നു. ഇപ്പം ഞാൻ ഹാപ്പിയാ. എൻ്റെ ഇച്ചായൻ, നമ്മുടെ മോള്, ചുറ്റിലും സ്നേഹിക്കാൻ അറിയുന്ന ഒരുപാട് പേര്, അതോടൊപ്പം ഒരു അമ്മയും കിട്ടി. വേറെ എന്ത് വേണം ഇച്ചായ? ആകെ ഒരു വിഷമം അമ്മയും അപ്പയും നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് എന്തെങ്കിലും ഒരിക്കലും അവരും വരും. ഇന്നത്തെ അവിടെ നിൽപ്പ് കണ്ടപ്പോൾ എനിക്കും തോന്നി അവർ വരുമെന്ന്. കാലം വായിക്കാതെ മുറിവുകളില്ലാലോ ഇച്ചായ. അവനവളെ തിരിച്ചു നിർത്തി നിറകിൽ ചുംബിച്ചു. നീയാണ് പെണ്ണിൻ്റെ ഭാഗ്യം. ഒരുപക്ഷെ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയ്ക്കും ഹാപ്പി ആവില്ലായിരുന്നു. ഐ ലവ് യു പൊന്നൂസേ. ലവ് യു ചായ. ആഹാ, എന്റെ പെണ്ണിന്ന് സുന്ദരിയായിട്ടല്ലോ. കുറെ നാളായിട്ട് ചായ പട്ടിണിയാണ് കേട്ടോ. ആളവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവനവളുടെ മുഖം പിടിച്ചു ഉയർത്തി അവളുടെ ചുണ്ടുകളെ വായിലാക്കി നുണഞ്ഞു. അവളെ എടുത്തുപൊക്കി ബെഡിലായി കിടത്തി അവളിലേക്ക് ചാഞ്ഞു. അവരുടെ പ്രണയം അതിന്റെ അതിർവരമ്പുകൾ പൊട്ടിച്ചെറിഞ്ഞു. ഇരുവരും പൂർണ്ണ നഗ്നരായി ഒരു പുതപ്പിനുള്ളിൽ അവരുടെ പ്രണയം പങ്കുവെച്ചു. കിതപ്പുകളും സീൽക്കാരങ്ങളും ആ മുറിയിലാകെ നിറഞ്ഞു. ഒടുവിലൊരു തളർച്ചയോടെ അവനവിടെ മാറിലേക്ക് വീണു. അവളെ എടുത്തുയർത്തി അവനെ നെഞ്ചിലായി കിടത്തി. ഇരുവരുടെയും മനസ്സ് ഒരുപോലെ നിറഞ്ഞു. തങ്ങളുടെ പ്രണയം അതിന്റെ പൂർണ്ണയിൽ എത്തിയതിനാൽ ഇനിയും ഒരുപാട് നാളുകൾ ഇച്ചായനും അവന്റെ പൊന്നൂസും പരസ്പരം പ്രണയിക്കട്ടെ. കൂട്ടിന് അവരുടെ കുഞ്ഞു മലാഖയും. ഇച്ചായന്റെ പെണ്ണ് ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ അവരുടെ പ്രണയം അത് തുടർന്നുകൊണ്ടേയിരിക്കും.